ഹലോ ഫ്രണ്ട്സ്, റൈഫിൾ ക്ലബ്ബ് 2024 ശ്യാം പുഷ്കറിനും ദിലീഷ് കണാകരനും സുഹാസും ചേർന്ന് രചനയും തിരക്കഥയും എഴുതി ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വാണി വിശ്വനാഥ്, വിജയരാഘവൻ, അനുരാഗ് കശ്യപ് തുടങ്ങിയവർ അവിസ്മരണീയമാക്കിയ ഒരു സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്ബ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും. 2019 ക്ലബർ മണ്ടോണ ഫിൽഹോയും ജൂലിയാനോ ഡോർണൽസും ചേർന്ന് രചനയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിറങ്ങിയ സിനിമയാണ് ബാക്ക്റോ. ഇതൊരു ബ്രസീലിയൻ ഫ്രാൻസ് കൊളാബ് സിനിമയാണ്. അപ്പോൾ ഈ സിനിമകൾ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷത്തിൽ ഈ സിനിമകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, പക്ഷേ പരോക്ഷത്തിലുണ്ട്. കാരണം രണ്ടിൻ്റെയും കഥാസാരം ഒരുപോലെയാണ്. അതായത് സ്വന്തം കാര്യം നോക്കി അവരുടെ ഒരു സർക്കിളിൽ ജീവിക്കുന്ന കുറച്ച് പേര് അവരിലേക്ക് കുറച്ച് തോക്കുമായിട്ട് കയറി വരുന്നു. പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ രണ്ട് സിനിമയുടെയും കഥാസാരം. അവരെങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് നോക്കിയാൽ കുറച്ചുകൂടി സ്പീഡിൽ പോകുന്ന സിനിമയാണ്. തുടക്കം മുതലേ നമുക്ക് ആ ഒരു സ്പീഡ് ഉണ്ടാവും സിനിമയ്ക്ക്. പക്ഷേ ബാക്ക്റോ എന്ന് പറയുന്ന സിനിമ ഭയങ്കര സ്ലോ സ്പേസിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. അതായത് തൻ്റെ വല്യമ്മച്ചി മരിച്ചിട്ട് നാട്ടിലേക്ക് ഒരു കൊച്ചുമോള് ഗ്രാമത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ കുട്ടിയിലൂടെയാണ് കഥ വികസിക്കുന്നത്, ആ ഗ്രാമം കാണിക്കുന്നത്. ഗ്രാമത്തിലേക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ്. അപ്പോൾ എന്നും അവർ പുറത്തുനിന്നാണ് ഒരു വലിയ ട്രക്കിൽ വെള്ളം കൊണ്ടുവരുന്നത്, ഒരു വാട്ടർ കൊണ്ടുവരുന്ന പുറത്തുനിന്നൊരു ട്രക്കിലാണ്. അപ്പോൾ ഈ ഒരു ടാങ്കർ ലോറി വരുന്ന ഒരു ദിവസം അവരെ ശ്രദ്ധിക്കുമ്പോൾ അതിലേക്ക് ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ ചോർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ മുതലാണ് സിനിമയെന്ന് നമ്മളൊന്ന് ആക്റ്റീവ് ആക്കുന്നത്. പക്ഷേ ഭയങ്കര നല്ല സിനിമയാണ് രണ്ടും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് 2019 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോറിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ സിനിമ കൂടിയാണ് ബാക്ക്ഗ്രൗ. വേൾഡ് പ്രീമിയറൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ റൈഫിൾ ക്ലബ്ബ് കാണാത്തവർക്കും ബാക്ക്ഗ്രൗ കാണാം കേട്ടോ, നല്ലൊരു സിനിമയാണ്. അപ്പോൾ റൈഫിൾ ക്ലബ്ബ് കണ്ടിട്ടുള്ളവരും ബാക്ക്ഗ്രൗ കാണാത്തവരാണെങ്കിൽ ബാക്ക്ഗ്രൗ കൂടി ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.